ഈശോ ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ. നീ തളർന്നു പോകുന്നുവെന്നും നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധി സമയങ്ങളിൽ നീ വീണു പോകുന്നുവെന്നും അല്ലെങ്കിൽ ചില വിഷയത്തിൽ നിന്റെ വിശ്വാസത്തിൽ നിന്ന് പോലും നിനക്ക് വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം കർത്താവിനറിയാം. പത്രോസ് 3 തവണ യേശുവിനെ തള്ളി പറയുമെന്നുള്ള കാര്യം യേശുവിനറിയാമായിരുന്നു. പത്രോസ്, നീ എന്നെ തള്ളി പറയരുതേ എന്നല്ല കർത്താവ് പറഞ്ഞത്. പത്രോസ്, നീ 3 തവണ എന്നെ തള്ളി പറയും. ഈശോയ്ക്ക് അറിയാം നീ വീണു പോകും. ചില സമയത്ത് നിനക്ക് പറ്റത്തില്ല ചില കാര്യത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ. പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ വിശ്വാസം, അതായത് ഇതിനൊക്കെ അപ്പുറം, ഈ വീഴ്ചയ്ക്കും ഈ ഒരു ബലഹീനതകൾക്കും ഒക്കെ അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ഈശോയുണ്ട്, നിന്നെ ചേർത്ത് നിർത്തുന്ന ഈശോയുണ്ട്, നിന്നെ കരുതുന്ന ദൈവമുണ്ട്. ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം മാറിപ്പോകത്തില്ല. ആ ദൈവം നിന്നെ നിത്യമായി സ്നേഹിക്കുന്നു. ഈ ഒരു ബോധ്യത്തിൽ നീ മാറരുത്. ഈ ഒരു വിശ്വാസം നിനക്ക് ഉണ്ടായിരിക്കണം. വീഴുമ്പോഴും തളരുമ്പോഴും നിന്റെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്നെ കരം പിടിച്ചുയർത്തുന്ന സ്നേഹമുള്ള ഒരു അപ്പനുണ്ട്. ആ അപ്പായേന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരികയും ആ അഭിഷേകത്തിൽ നിന്നെ കർത്താവ് വഴി നടത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാണുന്നത്. എന്നാൽ തെറ്റുപറ്റിപ്പോയ ജൂദാസിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ ആശ്രയിച്ച് കുറ്റബോധത്തിലേക്കും വേറെ പല ഡിപ്രഷനിലേക്ക് വീണുപോകും. എന്നാൽ ഈശോ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പത്രോസിന് വേണ്ടി ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ പ്രാർത്ഥിക്കുകയാണ്, പത്രോസേ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ എന്നെ തള്ളിപ്പറയും, പക്ഷെ ആ തള്ളിപ്പറയുമ്പോഴും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ ഒരു ബോധ്യം നിനക്കുണ്ടാകണം. ഈ ഒരു തിരിച്ചറിവ് നിനക്ക് ലഭിക്കുമ്പോൾ, എൻ്റെ ആത്മാവിന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ വലുതും വിശാലവുമായ വഴികളിലൂടെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന നന്മകളിലൂടെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ പദ്ധതികളിലേക്കും നിനക്ക് നടന്നെടുക്കുവാൻ സാധിക്കും. ഇന്ന് കർത്താവിന്റെ വചനം നമ്മൾക്കരികിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കൃപയെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഈശോ ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.